നമസ്തേ നമസ്തേ. ഇപ്പോൾ നമ്മളൊരു സംഗീത കച്ചേരി കാണുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിനകത്ത് മൃദംഗമുണ്ട്, വീണയുണ്ട്, അങ്ങനെ കുറേ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. പോരാഞ്ഞിട്ട് പാട്ട് പാടുന്ന ആളുമുണ്ട്. ഇപ്പോൾ പാട്ട് പാടുന്ന ആൾ ഇപ്പോൾ അവിടെ ഒരു ഇതിൽ ഒരു പുതിയൊരു നിയമം കൊണ്ടുവരുന്നത് ആർക്കും എന്തും ആവാം എന്നൊരു നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ വീണ വായിക്കുന്ന ആൾ മൃദംഗം കൊട്ടിക്കഴിഞ്ഞാൽ ശരിയാവും? മൃദംഗ വായന ശരിയാവും? വീണ വായിക്കുന്ന ആൾ മൃദംഗം വായിച്ചു കഴിഞ്ഞാൽ മൃദംഗത്തിൽ നിന്ന് അപസ്വരമേ വരും. അതേപോലെ തന്നെ മൃദംഗം വായിക്കുന്ന ആൾ വീണ വായിച്ചാലും വീണയിൽ നിന്ന് അപസ്വരം വരുള്ളൂ. ഇനി ഇവർ രണ്ടുപേരും ഈ പാട്ട് പാടുന്ന ആളാകാൻ ശ്രമിച്ചാലോ അവിടെയും അപസ്വരം തന്നെ വരുള്ളൂ. അപ്പോൾ ഗായകനായിട്ടും മൃദംഗ വായനക്കാരനായിട്ടും വീണ വായിക്കുന്ന ആൾ വീണ വായിക്കുന്ന ആളായിട്ടും പ്രവർത്തിച്ചാൽ മാത്രമേ സംഗീതം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ വെറും അപസ്വരം മാത്രമേ ഉണ്ടാവുള്ളൂ, ശബ്ദകോലാഹലം, ശബ്ദമാലിന്യം മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെയാണ് ഇന്നത്തെ നമ്മുടെ അവസ്ഥ. അതായത് ഇന്നിപ്പോൾ ആർക്ക് വേണമെങ്കിലും രാജാവാകാമെന്നുള്ള അവസ്ഥയാണ്. അതായത് മുഖ്യമന്ത്രി ആവാം, ആർക്ക് വേണമെങ്കിലും ഭരണകർത്താവാം, മനസ്സിലായോ? ആർക്കും എന്തും ആവാം എന്നൊരു സിദ്ധാന്തമാണിപ്പോൾ അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വെള്ളക്കാർ കൊണ്ടുവന്നതാണിത്. നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളക്കാർ നമുക്ക് തന്ന സിദ്ധാന്തത്തിൻ്റെ പേരാണ് ഡെമോക്രസി, ജനാധിപത്യം. ഇപ്പം നോക്കൂ, പിണറായിയുടെ ഡയലോഗ് നോക്കൂ. അതായത് ഗുരുവിനെ, ആരാണ് ഈ ഗുരു? നാണപ്പനാണ് ഗുരു. ഏത് മുഹമ്മദ് നബി എന്താണ് പരമേശ പവിത്രപുത്രനോ മുത്ത് നബി രത്നമോ എന്നൊക്കെ പാടി പുകഴ്ത്തിയ ആളാണ് ഗുരു. ഇനി അയാളെ സനാതനധർമ്മത്തിൻ്റെ വക്താവാക്കാൻ ശ്രമിക്കുന്നത് തടയണമെന്ന്. എങ്ങനെയുണ്ട്? അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ബ്രാഹ്മണരാണ് ശരിക്കും പറഞ്ഞ അറിവുള്ള ആൾക്കാർ. അതിൽ നിന്ന് നമ്മൾ പിന്നോട്ട് പോയി. അവരാണ് ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീണ വായിക്കേണ്ട ആളാണ് വീണ വായിക്കേണ്ടത്. കണ്ട അണ്ടനും അടകൂടനൊക്കെ വീണ വായിച്ചു കഴിഞ്ഞാൽ അപസ്വരം ഉണ്ടാകുമെന്ന് പറയുന്നത്. അതാണ് ഈ ഗുരുവിൻ്റെ ഈ അപസ്വരം. മുട്ടനപസ്വരം അല്ലേ? നബീനെ കുറിച്ച് പരമേശ പവിത്രപുത്രനോന്ന് മനസ്സിലായോ? മുസ്ലിങ്ങൾ തന്നെ നബി മഹാക്രൂരനാണ്, മഹാവൃത്തികെട്ടവനാണെന്നൊക്കെ പറഞ്ഞ് എന്തോരം വീഡിയോ കണ്ടെന്നറിയാവേ? എന്തുമാത്രം വീഡിയോ ഈ ആരിഫ് ഹുസൈൻ്റെയും ജബ്ബാർ മാഷിൻ്റെയും. അപ്പോൾ ഹിന്ദു ആണെന്നും പറഞ്ഞ് ശ്രീനാരായണൻ, പേര് നോക്ക്, ശ്രീനാരായണൻ എന്താ പേര്? ആ പേരിൽ വന്നിട്ട് പറയാണ് നബി മുത്തുരത്നമാണെന്ന് പറയണത്. ഇനി എന്താണോ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ ഇവർ അത് ന്യായീകരിക്കാൻ വരും, വളച്ചൊടിക്കും. അത് അദ്ദേഹത്തിൻ്റെ ഒരു തെറ്റ് പറ്റിയതാണ്, മറ്റു കാര്യങ്ങളൊക്കെ അദ്ദേഹം വലിയ മഹാനാണെന്ന് പറയും. മനസ്സിലായോ? എന്താ പറയുക പോയി? അപ്പോൾ CPM-ലെ മുസ്ലിം നേതാക്കൾ തന്നെ പറയുന്നു, ഈ ഗുരുവിനെ പുകഴ്ത്തി പാടുന്നു. അതായത് സനാതനധർമ്മത്തെ ഇതിലെ അനാചാരങ്ങളൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി വന്ന ആളാണ് ഗുരു എന്നും പറഞ്ഞ് മുസ്ലിം നേതാവിൻ്റെ പ്രസ്താവന. അതായത് സനാതനധർമ്മം ഇല്ലാതാവണം, അതിനുവേണ്ടി വന്ന ആളാണ് അത്ര ഈ ഗുരു. എങ്ങനെയുണ്ട്? ഇതാണ് അച്ചടക്കം ഇല്ലായ്മ കൊണ്ടുള്ള പ്രശ്നമാണിത്. ബ്രാഹ്മണർ ചെയ്യേണ്ട കാര്യങ്ങൾ ബ്രാഹ്മണരും, ക്ഷത്രിയർ ചെയ്യേണ്ട കാര്യങ്ങൾ ക്ഷത്രിയരും തന്നെ ചെയ്യണം. ക്ഷത്രിയൻ ഇരിക്കേണ്ടടുത്ത് ഇഴവൻ കയറിയിരുന്നാൽ, അല്ലെ ബ്രാഹ്മണൻ ഇരിക്കേണ്ടടുത്ത് ഇഴവൻ കയറിയിരുന്നാൽ, അല്ലെങ്കിൽ ഒരു പുലയൻ കയറിയിരുന്നാൽ, അല്ലെങ്കിൽ ഒരു നായർ കയറിയിരുന്നാൽ ഒന്നും ശരിയാവില്ല. ആകെ മൊത്തം ടോട്ടൽ പ്രശ്നമായിരിക്കും. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് എത്ര പറഞ്ഞാലും ഹിന്ദു എന്ന് പറയുന്ന ജന്തുക്കൾക്ക് മനസ്സിലാവത്തില്ല. പിന്നെ പിണറായി പറഞ്ഞു, എന്താണ്, ക്ഷേത്രങ്ങളിൽ മേൽവസ്ത്രം അഴിച്ചു വെച്ച് പോകണമല്ലോ നമ്മൾ ക്ഷേത്ര ദർശനം നടത്താൻ. അത് പാടില്ല, ക്ഷേത്ര ദർശനം
സ്ത്രീകൾ മുഖം മുഴുവനും കറുത്ത ഉടുപ്പിട്ട് മൂടി നടക്കുന്നത് അത് മാറ്റണം എന്ന് പിണറായി പറയുന്നില്ല. അല്ലെങ്കിൽ സ്ത്രീകളെ മുസ്ലിം പള്ളിയിൽ കയറ്റണം അതും പറയത്തില്ല. ഹിന്ദുക്കളുടെ മേത്ത് മാത്രമാണ് കുതിര കയറണത്. അതിൻ്റെ കാരണം എന്താ? അതിൻ്റെ ഒരൊറ്റ കാരണമുള്ളൂ. ഹിന്ദുക്കളെന്ന് പറയുന്ന ജന്തുക്കൾക്ക് ഐക്യമില്ല. ഈ ജന്തുക്കൾ ഈ പറഞ്ഞ പോലെ SNDP ഒരു സംഘടന, NSS ഒരു സംഘടന, അങ്ങനെ കുറേ സംഘടനാ നേതാക്കളുണ്ട്. അല്ലാണ്ട് ഹിന്ദു മതം എന്ന് പറഞ്ഞാൽ ഒരു സംഭവം ഇവിടെ ഇല്ല. ഹിന്ദു ജാതി സംഘടനകളാണ് ഉള്ളത്. അതുകൊണ്ടാണ് എല്ലാവരും ഹിന്ദുക്കളുടെ മേത്ത് ഹിന്ദുക്കളെ മാത്രം ഇങ്ങനെ വിമർശിക്കുന്ന, ഹിന്ദു മതത്തെ മാത്രം തകർക്കാനായിട്ടുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം ഹിന്ദുക്കൾ തന്നെയാണ്. അതിൻ്റെ കാരണം ഹിന്ദുക്കൾ ഈ ജാതി സംഘടനയുടെ വേലിക്കെട്ടിൽ നിന്ന് മോചനം നേടാതെ ഹിന്ദുക്കൾക്ക് രക്ഷയില്ല. ഹിന്ദുക്കൾ രക്ഷപ്പെടണമെങ്കിൽ ജാതി സംഘടനകളിൽ നിന്ന് അവർ രാജിവെച്ച് മതസംഘടന, ഹിന്ദു മതസംഘടനയായിട്ട് അവർ ഒന്നിച്ച് നിൽക്കണം. എന്നാൽ മാത്രമേ ഹിന്ദു രക്ഷപ്പെടുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ നോക്കൂ, നിങ്ങൾക്ക് ഒരസുഖമുണ്ട്, ഒരു മഹാരോഗം. അപ്പോൾ അതിന് വൈദ്യൻ ഒരു മരുന്ന് അങ്ങോട്ട് കൊടുക്കണം. ഇതാണ് പ്രതിവിധി. ഇതങ്ങോട്ട് കഴിക്കുക, അസുഖം മാറുമെന്ന് പറഞ്ഞു. പക്ഷേ മരുന്നുണ്ട്, പക്ഷേ മരുന്ന് കഴിക്കില്ല. മനസ്സിലായോ? രോഗനിർണയം നടത്തി വൈദ്യൻ ഇന്നതാണ് നിങ്ങളുടെ പ്രശ്നം, അതായത് ഐക്യമില്ലായ്മയാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ ഈ ജാതി സംഘടനകളിൽ നിന്ന് നിങ്ങൾ രാജിവെച്ച് പിരിഞ്ഞു പോകണം. SNDP, NSS, KPMS, അങ്ങനെ കുറേ സംഘടനകളുണ്ടല്ലോ. അതെല്ലാം പിരിഞ്ഞു പോയിട്ട് ഒരു ഹിന്ദു മത സംഘടന ഉണ്ടാക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു വോട്ട് ബാങ്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ചെരുപ്പ് നക്കാൻ ഇതേ രാഷ്ട്രീയക്കാർ തന്നെ വന്ന് ക്യൂ നിൽക്കും. കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഒക്കെ വന്ന് ക്യൂ നിൽക്കും. ഇന്ന് അവരൊക്കെ നിങ്ങളെ എന്താ പറയുക, പുല്ല് വില പോലും കൽപ്പിക്കാതെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ പിന്നാലെ പോകുന്നത് മുസ്ലിം ഐക്യമുള്ളതുകൊണ്ടാണ്. ഐക്യമാണ് ബലം. ആ ബലം നിങ്ങൾക്കില്ല. നിങ്ങൾ ശക്തി ക്ഷയിച്ചു പോയി. അതുകൊണ്ടാണ് മറ്റുള്ളവരൊക്കെ നിങ്ങളെ ആക്രമിക്കുന്നത്. മനസ്സിലായോ? ഇത് എന്താ പറയുക, എത്ര പറഞ്ഞാലും ഈ ഹിന്ദു എന്ന് പറഞ്ഞ ജന്തു ഒരിക്കലും ഈ ജാതി സംഘടനയിൽ നിന്ന് പിടിവിടില്ല. അത് എന്താ പറയുക, നമുക്കൊന്നും പറയാനില്ല. അതിന് എന്താ പറയുക, വിനാശകാല വിപരീത ബുദ്ധി എന്നേ പറയാൻ പറ്റുള്ളൂ. ഈ പുരാണങ്ങളിലൊക്കെ പറയുന്നത് പോലെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുദ്ധി മറുപാടായിപ്പോയി എന്ന് പറയുന്നുണ്ട്. അതായത് നാശത്തിൻ്റെ സമയമാണ്. അപ്പോൾ ബുദ്ധി മറുപാടായി പോകും. എത്ര പറഞ്ഞാലും തലയിൽ കയറൂല. ഇങ്ങനെ ജാതി സംഘടനയിൽ അള്ളിപ്പിടിച്ച് കിടക്കുന്ന ജന്തുക്കളാണ് ഹിന്ദുക്കൾ. അവരെല്ലാവരും ചവിട്ടി മെതിക്കുക തന്നെ ചെയ്യും. യാതൊരു സംശയവും വേണ്ട. രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് ഐക്യമാണ്. ജാതി സംഘടനയിൽ നിന്നുള്ള മോചനം. ഒരു ഹിന്ദു മത സംഘടന അത് വളരെ അത്യാവശ്യമാണ്. ഇവിടെ ഹിന്ദു ഐക്യവേദി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ കൊണ്ടൊന്നും യാതൊരു ഗുണവുമില്ല. പുതിയൊരു സംഘടന നല്ല ഹിന്ദുത്വവാദികളായ നേതാക്കളുടെ കീഴിൽ ഒരു സംഘടന ഉണ്ടാക്കിയാണ് വേണ്ടത്. അതിപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ പ്രതീഷ് വിശ്വനാഥ് അവരെ പോലുള്ള ആൾക്കാരുടെ കീഴിലാണ് സംഘടന ഉണ്ടാവേണ്ടത്. കേരളത്തിൻ്റെ കാര്യം പറയാനുണ്ട്. ഓക്കെ, നന്ദി, നമസ്തേ, ഹർ ഹർ മഹാദേവ്, ജയ് ശ്രീറാം.